അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങളെ, നമുക്ക് ജീവിക്കാൻ പഠിക്കാം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി എല്ലാവർക്കും ഉപകാരപ്രദമായതും ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പല വിഷയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതുമായതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരന്മാരെയും ആദ്യമായി ക്ഷണിക്കുകയാണ്. മനുഷ്യൻ വസിക്കുന്നത് പ്രപഞ്ചമെന്ന് പറയുന്ന അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിന്റെ ഉള്ളറകളിലാണ്. നിരവധി ഗാലക്സികൾ, ഒരുപാട് ഗോളങ്ങൾ, അതിനേക്കാളപ്പുറം തിളങ്ങുന്ന നക്ഷത്രങ്ങളെല്ലാം നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഭൂമിയാകുന്ന ഈ മനോഹരമായ ഒരു മടിത്തട്ടിൽ നമ്മൾ വസിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും സൂക്ഷ്മ നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തതുമായ ഒരുപാട് ജീവികൾ, കൈകളുള്ളതും കാലുകളുള്ളതും കൈകളും കാലുകളും ഇല്ലാത്തതും വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ളതും സസ്യവും മാംസവും കഴിക്കുന്നതും സസ്യം മാത്രം കഴിക്കുന്നതും മാംസം മാത്രം കഴിക്കുന്നതുമായ ജീവികളും എല്ലാം വസിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ അതുപോലെയുള്ള ഒരു ജീവി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ധാരണകൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകാൻ അത്യാവശ്യമാണ്. കാലങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 20-30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകളല്ല ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. അന്ന് മെഡിക്കൽ സീറ്റുകളിൽ എൻട്രൻസിന് അപേക്ഷ കൊടുത്തിരുന്നവരുടെ എണ്ണത്തേക്കാൾ അപ്പുറം ഇന്ന് മെഡിക്കൽ മേഖലയിൽ എൻട്രൻസുകൾക്ക് വേണ്ടി അപേക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും +2 റിസൾട്ട് വന്നു, SSLCയുടെ റിസൾട്ട് വന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വേണ്ടി കോച്ചിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഡോക്ടർമാരാവാനുള്ള ഒരു അതിയായ താല്പര്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലുകളും കോളേജുകളും ഡോക്ടർമാരും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സമൂഹത്തിന്റെ ആരോഗ്യം, വ്യക്തിയുടെ ആരോഗ്യം, കുടുംബത്തിന്റെ ആരോഗ്യം, ആ ആരോഗ്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നാം കഴിക്കുന്ന ആഹാരത്തെക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെഡിസിന് വേണ്ടിയാണ് കാശ് ചെലവഴിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത അവസ്ഥയില്ല. എന്തുകൊണ്ട് ഇത്രത്തോളം ടെക്നോളജിയും മെഡിക്കൽ മേഖലയും എല്ലാ സംവിധാനവും അതിവേഗം കുതിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന്റെ രീതിയിൽ വ്യത്യസ്തമായ ഒരു മാറ്റമില്ലാതെ നേരെ കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? സാധാരണയിൽ നമ്മൾ 1 മുതൽ 100 വരെ എണ്ണുന്നതിന് പകരം 100-ൽ നിന്ന് താഴോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ട്രാഫിക് ലൈറ്റിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അത് 100-ൽ നിന്ന് താഴോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആരോഗ്യത്തിന്റെ സ്ഥിതിയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രകാരം, കണക്ക് പ്രകാരം ഇന്ന് രോഗികളും അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉള്ള
ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നാം ജീവിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ്. ഒരു ഭാഗത്ത് ജീവികളുടെ ലോകമാണെങ്കിൽ നമ്മൾ ജീവികളുടെ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് വരെ ഒരു ഹോസ്പിറ്റൽ അവർക്ക് പ്രത്യേകമായി ഓരോ ടീമിനും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായ പത്രമാധ്യമങ്ങളില്ല, ആരോഗ്യ മാസികകളില്ല, ആരോഗ്യ സെമിനാറുകളില്ല, സിംപോസിയങ്ങളില്ല, ലഘുലേഖകളില്ല. എന്നിട്ടും എന്തുകൊണ്ട് അവരുടെ മേഖലയിൽ അവർ സന്തുഷ്ടരാകുന്നു, മൃഗങ്ങളുടെ ലോകത്ത് അവർ നല്ല രൂപത്തിൽ ജീവിതം നയിക്കുന്നു ചോദിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ സെമിനാറുകളും സിംപോസിയങ്ങളും ചർച്ചകളും പത്രമാധ്യമങ്ങളിലൂടെയുള്ള ആരോഗ്യ ലേഖനങ്ങളും നമ്മൾ വായിച്ചിട്ടും നമ്മൾ ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോവാത്തതിന്റെ കാരണം, അതിനേക്കാളപ്പുറം പഴയ കാലത്തുള്ള മെഡിസിൻ മേഖലയിൽ, ഡോക്ടർമാരുടെ മേഖലയിൽ ഒരു ഗവേഷണം നടത്തിയാൽ ഒരു ഡോക്ടർ മതിയായിരുന്നു ഒരു രോഗിയെ ചികിത്സിക്കാൻ. അയാൾ എല്ലാത്തിനും പറ്റുന്ന സകല കലാവല്ലഭനായിരുന്നു. കണ്ണിനും മൂക്കിനും ചെവിക്കും വയറിനും എല്ലാം അദ്ദേഹം വളരെ മനോഹരമായി ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് കണ്ണിന് ഒരു ഡോക്ടർ, മുകളിലെ പല്ലിന് ഒരു ഡോക്ടർ, താഴത്തെ പല്ലിന് മറ്റൊരു ഡോക്ടർ, മൂക്കിന്റെ വലത് ഓട്ടയ്ക്ക് ഒരു ഡോക്ടർ, ഇടത് ഓട്ടയ്ക്ക് ഒരു ഡോക്ടർ, സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഡോക്ടർ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വിഷയത്തിൽ പഴയകാലത്തെ ഒരു രോഗിയുടെ സർവ്വവിധ മേഖലയെക്കുറിച്ചും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ചെറിയൊരു യന്ത്രം കൊണ്ട് ഡോക്ടർ രോഗിയുടെ മുമ്പിൽ ഒരു തവണ ചുറ്റുകയും ആ യന്ത്രം പറയുന്ന രീതിക്കനുസരിച്ച് മെഡിസിൻ കുറിച്ച് വെക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ ലോകം മാറിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്? ഏത് രീതിയിലാണ് നമ്മൾ ചേഞ്ച് സംഭവിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ജീവിക്കാൻ പഠിക്കണം. നാം എങ്ങനെ ജീവിക്കണം? ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ വിഭവങ്ങളെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം, ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഫിസിക്കൽ ഹെൽത്ത് അല്ല. ശാരീരിക ആരോഗ്യം എന്നത് മാത്രമല്ല ഒരു മനുഷ്യന്റെ ആരോഗ്യം, അവന്റെ മെന്റൽ ഹെൽത്തും കൂടി അവിടെ കിടക്കണം. മാനസിക ആരോഗ്യം വേണം. ഇന്ന് മാനസിക ആരോഗ്യം മാത്രം പോരാ, സോഷ്യൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം, സാമൂഹിക ആരോഗ്യം വേണം. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരു വ്യക്തിയെ ഈ നാട്ടിലുള്ള പല ആളുകളും അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തിരുന്നു സങ്കല്പിക്കുക. ആരും മിണ്ടുന്നില്ല, എല്ലാവരും അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മാനസികമായ മേഖലയിൽ തകർച്ച വരും. ആ മാനസികമായ വിഷമം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷൻസ് അനുഭവിക്കുമ്പോൾ ഫിസിക്കലായിട്ട് ഫുഡ് ഡിസോർഡേഴ്സ് മറ്റും വരുമ്പോൾ ശാരീരിക പ്രശ്നമുണ്ടാകും. അപ്പൊ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികപരമായ ആരോഗ്യം മാത്രമല്ല, സാമൂഹികപരവും സാമ്പത്തികപരമായ ആത്മീയപരമായ ബുദ്ധിപരമായ ആരോഗ്യം ഇന്ന് വ്യക്തികൾക്ക് ആവശ്യമാണ്. ഈ ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എന്നിട്ട് ആസ്വദിച്ച് ജീവിക്കേണ്ട ഈ ഭൂമിയിലൂടെ ആരോഗ്യവാനായിക്കൊണ്ട് എങ്ങനെ സന്തുഷ്ടമായ ജീവിതം നയിക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പഴയകാല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ജീവിത രീതി മാറിയപ്പോൾ, ലൈഫ് സ്റ്റൈൽ, ജീവിതത്തിന്റെ സ്റ്റൈൽ മാറിയപ്പോൾ പ്രത്യേകമായ രോഗങ്ങൾ, ഇംഗ്ലീഷ് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയകാലത്ത് കേട്ട രോഗങ്ങൾക്ക് വിപരീതമായി ഇന്ന് വ്യത്യസ്തമായ രോഗങ്ങളാണ് വരുന്നത്. പ്രമേഹവും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് രോഗങ്ങൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് വിവരമില്ലാത്തതിന്റെ കുറവാണോ അല്ലെങ്കിൽ ബോധമില്ലാത്തതിന്റെ കുറവാണോ? നമുക്ക് അറിവിന്റെ മേഖലയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണോ? എവിടെയാണ് നാം വീണ്ടും വിചിന്തനത്തിന് വിധേയമാവേണ്ടത്? ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ല പ്രശ്നമുണ്ടാവുന്നത്,
ഇത് എന്തുകൊണ്ട് ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ചോദ്യത്തിന് ആൻസർ, അത് ഒരാൾ രോഗിയാകുമ്പോൾ അയാൾ മാത്രമല്ല അസ്വസ്ഥത അനുഭവിക്കുന്നത്. ഒരാൾ രോഗിയാകുമ്പോൾ അയാൾക്ക് മാത്രമല്ല അസുഖമുണ്ടാവുന്നത്. ആ അസുഖം അവന്റെ വീട്ടിലുള്ളവർക്ക് അസുഖമായി മാറുകയാണ്. അവന്റെ വീട്ടിലുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടായിത്തീരുകയാണ്. അവന്റെ വീട്ടിലുള്ളവർ അസ്വസ്ഥരാകുമ്പോൾ അവന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അസ്വസ്ഥരാവുകയാണ്. ഒരാളുടെ അസുഖം മറ്റുള്ളവർക്ക് ഭാരമാകുന്നു എന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നോക്കാൻ പോലും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിച്ചുകൂടാ? അതിന് തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തിന്റെ ആൻസർ കണ്ടെത്തണം. ഹെൽത്തിന്റെ ആൻസർ, ആരോഗ്യമെന്നാൽ എന്ന ചോദ്യത്തിന് അതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, അതിന്റെ ആൻസർ എന്നാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഹെൽത്ത് എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ആരോഗ്യമെന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്നാകുന്നു. എന്താണ് അതിന്റെ ആൻസർ? നമ്പർ 1, ആൻസർ എന്ന വാക്കിന്റെ ഒന്നാമത്തെ ലെറ്റർ എ ആണ്. എ എന്ന് പറഞ്ഞാൽ എയർ, വായുവാണ്. നാം താമസിക്കുന്നത് ഈ വായുമണ്ഡലത്തിലാണ്. ഈ വായുമണ്ഡലത്തിൽ നമ്മൾ വായുമണ്ഡലത്തെയായി വായു മലിനീകരണം, ആ വായു മലിനീകരണം ഇല്ലാത്ത ജീവിത രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? നമ്മൾ ഭൂമി വസിക്കുന്നു, ഈ വായുവിന്റെ ആവരണത്തിൽ നമ്മൾ സന്തുഷ്ടരാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പഴയ കാലങ്ങളിൽ വാഹനങ്ങൾ കുറവായിരുന്നു. ഇന്ന് വാഹനങ്ങൾ കൂടി, പൊല്യൂഷൻ, പുകകൾ, പൊടിപടലങ്ങൾ കൂടിയിരിക്കുകയാണ്. ഫാക്ടറിയിൽ നിന്നും പുറത്തുവിടുന്ന പുകകൾ നേരെ മേൽപോട്ട് പോകുന്നു. പ്രകൃതി സംവിധാനിച്ചു വെച്ച ഏറ്റവും മനോഹരമായ രീതി എന്താന്ന് ചോദിച്ചാൽ, പുകയെങ്ങാൻ അതിന്റെ ഘനം മേൽപോട്ടല്ലാതെ നേരെ താഴോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ ഇവിടെ വായു മലിനീകരണം കൊണ്ട് മനുഷ്യൻ ശ്വസിക്കാൻ കഴിയാതെ അവസ്ഥ വന്നേ ആസ്മയും മറ്റു രോഗങ്ങളും വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ജീവജാലങ്ങൾ മരിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതി പടച്ച തമ്പുരാൻ ഈ പ്രകൃതിയെ, വായുവിനെ അല്ലെങ്കിൽ പൊടിപടലത്തെ, പുകയെ മുകളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറ്റി. പക്ഷേ ഒന്നാലോചിക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അന്തരീക്ഷം മലിനീകരണമാണോ അല്ലേ എന്ന്. രോഗങ്ങൾ ഉണ്ടാവുന്നതിന് ഏറ്റവും പ്രധാനം ഒരു മേഖല വായു മലിനീകരണമാണ്. നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. മേൽപോട്ട് ശ്വാസവും താഴോട്ട് ഉച്ഛ്വാസം നടത്തുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു നല്ല വായു ആണോ? അതല്ല എങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരികയാണ്. എങ്ങനെയാണ് വായു മലിനീകരണം ഉണ്ടാവുന്നത്? നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമ്മൾ പുറത്തേക്ക് തള്ളുന്നുണ്ട്. നമ്മളുടെ വേസ്റ്റുകളെല്ലാം വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. നമ്മൾ അനാവശ്യമായ വസ്തുക്കളെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിടുന്നുണ്ട്. ഇത് ഒരു പക്ഷേ മലിനമായി തീരുകയും അതിൽ നിന്നും ബാക്ടീരിയകളും മറ്റും രോഗാണുക്കളും പുറത്തു വരികയും നമ്മൾ ശ്വസിക്കുകയും നമ്മൾ അറിയാതെ അത് നമ്മൾ രോഗാണുക്കളായി നമ്മുടെ ശരീരത്തിൽ രോഗം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. ഒന്നാലോചിക്കുക, നമ്മുടെ വീടിന്റെ 2 നിലകളുള്ള വീടുകൾ. ആ വീട്ടിൽ ഒന്ന് മുകൾ നില ഒന്ന് പരിശോധിച്ചു നോക്കുക. എത്ര ആളുകൾ മുകൾ നില ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇല്ലേ എന്ന്. ഒന്നാമത്തേത്, ആ മുകൾ നിലയിൽ നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂം. ആ ബാത്റൂമിൽ എത്ര ദിവസം അത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിട്ടുണ്ട്. അതിന്റെ പേരിൽ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിൽ നിന്നും നിർമ്മിതമായ അല്ലെങ്കിൽ അതിൽ നിന്നും ജനിച്ചു വന്ന കൊതുകുകൾ, ആ കൊതുകുകൾ പെരുകി വരുമ്പോൾ സ്വന്തം വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എത്ര ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ഇല്ല. ഈ ചെറിയ ഓടയിലൂടെ, നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള ഓടയിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വേസ്റ്റുകൾ തള്ളുമ്പോൾ അതിൽ നിന്നും ജനിക്കുന്ന കൊതുകുകൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നില്ലേ, രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കുന്നില്ല. നാം നടന്നു പോകുമ്പോൾ ഒരു ചിരട്ടയിൽ ഒരു വെള്ളം കാണുന്നു, നാം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ചിരട്ടയിലെ വെള്ളം മതി ഒരു വ്യക്തിക്ക് രോഗമുണ്ടാക്കാൻ, ഒരു വ്യക്തിയുടെ മന്തുണ്ടാക്കാൻ. ആ ഒരു ചിരട്ടയിലെ വെള്ളം മതി. അറിയാതെ ആ വെള്ളം ഒന്ന് തട്ടിയാൽ നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണ്, ഒരു മനുഷ്യനെ രക്ഷിക്കുകയാണ്. ഇങ്ങനെ വായു മലിനീകരണം നടക്കുമ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങളും നമ്മൾ ഭൂമിയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അത് മണ്ണിന് വളമാവാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതും വായുവിന് മലിനീകരണമായി തീരുകയാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ആ റെയിൽവേ സ്റ്റേഷനിൽ എത്ര ആളുകൾ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്?
അവിടുത്തെ ജലം അത് ഏത് ജലമാണ് എന്ന്, ഏതൊക്കെ തരത്തിലുള്ള ജലമായി തീരുമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. പക്ഷേ ആ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിൽ നാം എന്ത് ചെയ്യാറുണ്ട്? ഇന്നെല്ലാം ഡിസ്പോസിബിൾ ആണ്. ഉപയോഗിക്കുക, വലിച്ചെറിയുക, വീണ്ടും അത് ഉപയോഗിക്കുന്നില്ല. ജീവിതം പോലും അങ്ങനെയാണ്, വിവാഹം പോലും അങ്ങനെയാണ്. നേരെ ഉപയോഗിക്കുന്നു, ഡിസ്പോസിബിൾ, വേഗം വലിച്ചു, ഈ രീതിയാണ്. അതേ സ്ഥാനത്ത് വെള്ളം കുടിക്കുന്ന ആ ബോട്ടിൽ തന്റെ വീട്ടിൽ കൊണ്ടുവച്ചുകൊണ്ട് അതിൽ വെള്ളം നിറച്ചു വെച്ചാൽ വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റി വീട്ടിൽ തന്നെ അത് ഉപയോഗശീലമാക്കുമ്പോൾ അത് മണ്ണിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഉപയോഗരഹിതവുമാകുന്നില്ല. എന്നാൽ നാം അത് ചെയ്യുന്നില്ല. എങ്കിൽ നമുക്കൊരു മാതൃക കാണാം ഈ വീഡിയോയിലൂടെ. ഒരു ബോട്ടിൽ, ആ ബോട്ടിൽ ഉപയോഗശൂന്യമായി വലിച്ചെറിയുമ്പോൾ അത് നേരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കുട്ടി അതുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് മാറുന്നുവെങ്കിൽ ഇവിടെ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഇല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? മനുഷ്യന് പ്രധാനപ്പെട്ട 2-3 രോഗങ്ങൾ പിടിപെട്ടു. ഒന്ന് സ്വാർത്ഥത. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പോപ്പുലേഷൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ സ്റ്റഡി, ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള പഠനം നടക്കുകയാണ്. കുട്ടി 1 മതിയോ 2 മതിയോ? മനുഷ്യൻ ഉപയോഗിക്കുന്ന സ്വാർത്ഥതയുടെ രീതിക്കനുസരിച്ച് വിഭവങ്ങൾ ഇന്ന് മാഫിയകളിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മലകൾ നമ്മൾ ഇടിച്ചു നിരപ്പാക്കി, എത്ര പർവ്വതങ്ങൾ നമ്മൾ ഇടിച്ചു നിരപ്പാക്കി. എന്നിട്ട് മണലുകളെല്ലാം ഊറ്റിയെടുത്ത് നാം നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ സ്ക്വയർ ഫീറ്റുകൾ എത്രയാണ്? എത്ര നിലയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്? ഒരു മനുഷ്യന് കിടക്കാൻ 6 അടി സ്ഥലം മതി. എത്ര മാളികൾ ഉണ്ടാക്കിയാലും 6 അടി മണ്ണ് അല്ലെങ്കിൽ 6 അടി സ്ഥലമാണ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന കിടപ്പാടത്തിന്റെ സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സ്ക്വയർ ഫീറ്റ് വേണം നമുക്ക് കിടക്കാൻ? ഈ നിർമ്മിച്ച കെട്ടിടത്തിന്റെ കമ്പിയും മണ്ണും സിമന്റും എല്ലാം അത് എത്ര പേർക്ക് ഉപയോഗിക്കാമായിരുന്നു? പക്ഷേ മനുഷ്യൻ സ്വാർത്ഥനായി. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നില്ല. നാം അതേ പഠിച്ചിട്ടുള്ളൂ. പണ്ടൊരു രാജാവ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് പോകുമ്പോൾ പ്രായമായ 90 വയസ്സുള്ള ഒരു വൃദ്ധൻ ഒരു തൈ നടുകയാണ്. നടുന്ന സമയത്ത് രാജാവ് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഇത്രയും 90 വയസ്സായിട്ട് ഈ തൈ നട്ടാൽ, മാവിൻ തൈയാവട്ടെ, ഇത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ചു അല്ലെങ്കിൽ നിങ്ങൾ മരിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടേ ഇതിന്റെ ഫലം പുറത്തേക്ക് വരൂ. ഉടനെ ആ വ്യക്തി പറഞ്ഞൊരു ആൻസർ, മറുപടിയുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ ഇവിടെ ഒരു വിത്ത് പോലും ഞാൻ പാകിയിട്ടില്ല. പിന്നെ ഞാൻ നിർമ്മിച്ചതല്ല ഈ മരങ്ങളെല്ലാം, അതെല്ലാം എന്റെ മുൻഗാമികൾ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് വരും തലമുറക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ശേഖരിച്ചു വെക്കട്ടെ. ഇത് കേട്ടപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു പുതിയൊരു പോയിന്റാണ് ഇയാൾക്ക് കിട്ടിയത്. രാജാവ് ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന പണസഞ്ചിയിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. ആ സമയത്ത് വൃദ്ധൻ പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ വിത്ത് അല്ലെങ്കിൽ തൈ നട്ടപ്പോഴേക്കും അതിന് ഫലം കിട്ടി, കണ്ടോ, ഫലം കിട്ടി. ഇത് കേട്ടപ്പോ ഇയാൾക്ക് ഒന്നുകൂടി സന്തോഷമായി. കാരണം ഇതൊരു പുതിയൊരു അനുഭവമാണല്ലോ. അങ്ങനെ വീണ്ടും പണസഞ്ചിയിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു കൊടുത്തു. ഉടനെ പറഞ്ഞു, കണ്ടോ, ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു വർഷത്തിൽ ഒരു തവണമേ ഫലം കിട്ടാറുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വർഷത്തിൽ 2 തവണ ഫലം കിട്ടി. ഇപ്പോൾ തന്നെ അനുഭവമായില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് വേണ്ടി മാത്രമല്ല ഈ ഭൂമിയുടെ അവകാശികൾ ഞാൻ മാത്രമല്ല, ഇവിടുത്തെ സസ്യങ്ങളും പറവകളും അതുപോലെ സർവ്വ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് പ്രശ്നം സംഭവിച്ചു. ആ പർവ്വതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആണിയാക്കി എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ആണിയെ നമ്മൾ മെല്ലെ ഇളക്കിയപ്പോൾ ഇതിന്റെ സന്തുലിതാവസ്ഥക്ക് ചെറിയൊരു പ്രശ്നം സംഭവിച്ചപ്പോൾ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഭൂമിയെ നമ്മൾ ഉപയോഗിക്കുക വേണ്ട രീതിയിൽ. മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന സർവ്വതുമുണ്ട്, സ്വാർത്ഥതയ്ക്ക് പറ്റുന്ന വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അതേ പറയാനുള്ളൂ. വായു, നല്ല വായു ശ്വസിക്കാൻ നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കണം. ഇന്ന് വീട്ടിലെത്തിയിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ജസ്റ്റ് ഒന്ന് പരിശോധന വിധേയമാക്കുക. ഒരു ചുറ്റുഭാഗവും വീടിന്റെ ചുറ്റുഭാഗത്തും എവിടെയെങ്കിലും അയക്കുജാലികൾ ഉണ്ടോ?
എവിടെയെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ, എവിടെയും ചിരട്ടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ ഒരു പരിശോധന നടത്തിയാൽ നാം ചെലവഴിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാശ് നമ്മുടെ ആരോഗ്യത്തിന്റെ വർധന വേണ്ടി ഉപയോഗിക്കാം. പഴയകാലത്ത് പഴമക്കാര് പറയുന്ന ഒരു വാചകണ്ട്, വീട്ടിൽ ചിലന്തി വലയൊന്നും ഇല്ലാതെ സൂക്ഷിക്കണമെന്ന്. ചിലന്തി വല ഉണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. അത് കിതാബുകളിലുണ്ട്, ഗ്രന്ഥങ്ങളിൽ കാണാം. എങ്ങനെ ഒരു ചിലന്തി വല വീട്ടിലുണ്ടായാൽ എങ്ങനെ ദാരിദ്ര്യം വരും? ഒരു യുക്തിയിലൂടെ നമുക്കൊന്ന് പരിശോധന വിധേയമാക്കാം. ഇന്ന് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുകയാണ്, ഡൈനിങ് ഹാളിൽ വെച്ച് നല്ല മനോഹരമായി ഫുഡ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. കേരളാണല്ലോ, കറണ്ട് പോവാതിരിക്കൂലല്ലോ. കറണ്ട് പോയപ്പോ അറിയാതെ ഒരു ചിലന്തിയുടെ ആ വലയിൽ നിന്ന് ചെറിയൊരു ചിലന്തി നേരെ ഭക്ഷണത്തിൽ വീണു. നമ്മൾ അറിയാതെ കഴിച്ച സമയത്താണ് കുറച്ചു കഴിഞ്ഞപ്പം വയറിന് വേദന. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോ സ്കാൻ ചെയ്യണം. സ്കാനിന് 200 രൂപ. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വിഷാംശം കാണുന്ന ഒരു ഇഞ്ചക്ഷൻ വേണം, 300 രൂപ. മെഡിസിൻ കൊടുത്തു, മരുന്ന് കൊടുത്തപ്പോൾ അതിന് 250 രൂപ, മൊത്തം 750 രൂപ. അനാവശ്യമായി ചിലന്തി വല അവിടെ ഉണ്ടായപ്പോൾ അത് നീക്കാതിരുന്നപ്പോൾ അനാവശ്യമായി കാശ് കീശയിൽ നിന്ന് പോവുകയാണ്, ദാരിദ്ര്യം അനുഭവപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ചു. അതാണ് ഇസ്ലാം പഠിപ്പിച്ച തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചുറ്റുപാടുകളൊന്ന് ശുദ്ധീകരണം നടത്തണം. നമ്മുടെ ഈ കാന്തരൂർ ടൗണിലുള്ള ഏതെങ്കിലും അയച്ചുക്കുചാലുകൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും കൂടിയിട്ട് ഒരു ശുചീകരണ പ്രവർത്തനം നടത്തിയാൽ ഇവിടെ ഭാവി തലമുറക്ക് ഇപ്പോൾ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ആരോഗ്യത്തിന്റെ സംരക്ഷണം അവിടെ നടക്കുകയാണ്. നല്ല വായു ശ്വസിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, നമ്മൾ ടൗണുകളിലൊക്കെ പോയാൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കുഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ടൗണിലാണെങ്കിൽ എപ്പോഴും വാഹനത്തിന്റെ പുക ശ്വസിക്കേണ്ടി വരികയാണ്. നെളിയംപറമ്പിൽ പോയാലോ പിന്നെ പറയും വേണ്ട, ബോധം കെടുത്താൻ മറ്റൊരു മരുന്ന് വേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതേ സ്ഥാനത്ത് നല്ല വായു ശ്വസിക്കാൻ എയർ പടച്ച തമ്പുരാൻ നൽകിയ ആ എയർ, അത് നല്ലത് ശ്വസിക്കാൻ കഴിയണം. അതിന് ആരോഗ്യ മെഡിസിൻ മേഖല പറയുന്നത് രാവിലത്തെ 3-ന്റെയും 5 മണിയുടെ ഇടയിലുള്ള ടൈം, ആ ടൈം ശ്വസിക്കുന്നത് കൊണ്ട് വ്യായാമം, ശരീരത്തിന് ഉന്മേഷവും മറ്റും കിട്ടുമെന്നാണ്. അതിനാണ് രാവിലെ പ്രഭാത സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോവാൻ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അത് ശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇസ്ലാം വെച്ചു. മറ്റു മതസ്ഥരാണെങ്കിൽ അവർ അമ്പലത്തിലേക്ക് പോകുന്നത് പ്രഭാതത്തിലാണ്, അപ്പോഴും അവർക്ക് ശ്വസിക്കാൻ പറ്റുന്ന അവസരം കിട്ടി. ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിലേക്ക് പോകുന്നതോ അതും ഈ ടൈമിനാണ്, അതുകൊണ്ട് ശ്വസിക്കാനുള്ള അവസരം കിട്ടി. ഒന്നാമത് നമ്മളുടെ ഹെൽത്തിന് ഒന്നാമത് വേണ്ടത് ആൻസറിലെ 1A, അത് എയറാണ്. രണ്ടാമത്തേത് N, ന്യൂട്രീഷൻ, പോഷകാഹാരങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫലങ്ങൾ, അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ അല്ലേ? പ്രകൃതി ഒരുപാട് പഴങ്ങളും ഫലങ്ങളും വെച്ചിട്ടുണ്ട്. അത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഫുഡിന്റെ രീതി, ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഫുഡിലൂടെയാണ്. ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് രോഗം ഉണ്ടാകുന്നത്. നമ്മുടെ ഫുഡിന്റെ രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏത് ആടിന് പ്രമേഹം, പശുവിന് മുട്ടുവേദന, മുയലിന് നടുവേദന, എലിക്ക് പനി? എലിപ്പനി കിട്ടുണ്ടാവും, എലിക്ക് പനി കിട്ടുണ്ടാവില്ല. എവിടുന്ന് ഈ രോഗം? ഇവർക്ക് രോഗമില്ലാതായി. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന അലോപ്പതിയുടെ അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ ആഹാരമാണ് നിന്റെ ഔഷധം, നിന്റെ ആഹാരമാണ് നിന്റെ ഔഷധം. നമ്മൾ കഴിക്കുന്ന ഫലങ്ങൾ, പഴങ്ങൾ, കായ്ക്കനികൾ നമ്മുടെ നാഡീവ്യൂഹത്തിനും തലച്ചോറിലെ കോശങ്ങൾക്കും എല്ലാം ഗുണപരമാവണം, ആവേണ്ടതാണ്. പക്ഷേ ഇന്ന് ആരോഗ്യം നൽകുന്ന ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. രോഗങ്ങൾ അധികവും ഭക്ഷണത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് മനുഷ്യൻ അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രകൃതിയിലെ ഏതെങ്കിലും ജീവി, ആന 5 ദിവസം വിശന്നിരുന്നാൽ ഒരിക്കലും അതിന്റെ മുമ്പിൽ മാംസം കൊണ്ടുകിട്ടാൽ മാംസം കഴിയില്ല. ഇനി സിംഹം 5 ദിവസം പട്ടിണി കിടന്നാൽ അതിന്റെ മുമ്പിൽ പുല്ല് ഇട്ടുകൊടുത്താൽ അത് പുല്ല് തിന്നില്ല. കാരണം സിംഹം മാംസബുക്കാണ്, ആന സസ്യബുക്കാണ്. അതേ സ്ഥാനം അവർക്കറിയാം ഏത് കഴിക്കണം, ഏത് കഴിക്കാതിരിക്കണം. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചു, ഇസ്ലാം മേഖലയിലെ ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്
എന്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുഖൈസസ് എന്ന് പറയുന്ന രാജാവേ ഒരു പാരിതോഷികം കൊടുത്തയച്ചു, കൂടെ ഒരു ഡോക്ടറെയും. നബി തങ്ങൾ പാരിതോഷികം സ്വീകരിച്ചു, ഡോക്ടറെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഡോക്ടറെ ആവശ്യമില്ല, ഞങ്ങൾ വിശക്കാതെ ഭക്ഷണം കഴിക്കാറില്ല, വയറിന് നിറച്ചും ഭക്ഷണം കഴിക്കാറില്ല. ഞങ്ങൾ വിശക്കാതെ ഭക്ഷണം കഴിക്കാറില്ല, വയർ നിറച്ചും ഭക്ഷണം കഴിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗമില്ല, ഡോക്ടർ ആവശ്യമില്ല. ഇനി ഞാനും നിങ്ങൾ ഒരു പരിശോധന വിധേയമാക്കുക, നമ്മൾ വിശക്കാതെയാണോ വിശന്നിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അല്ലെങ്കിൽ വിശപ്പ് ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? എന്നാൽ പഠിച്ചു വെച്ചോളി, ഒരു ഭക്ഷണ രീതിയുടേത് ഒന്നാമത്തേത് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക. ലോകത്തുള്ള സർവ്വജീവികളും വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കും, മനുഷ്യനെ വെച്ച്. നമ്മളാണെങ്കിലോ നല്ലൊരു കല്യാണം കഴിഞ്ഞ് ബിരിയാണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്, ബിരിയാണിക്ക് തിന്നിട്ട് വരിക. വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞോടാ നമുക്ക് ബ്രോസ്റ്റഡ് കഴിക്കാൻ പോവല്ലേ എന്ന്. അവൻ പറയും വേണ്ട, എന്റെ വക ഫ്രീ ആണ്, വാ. എന്നായിക്കോട്ടെ ഞാൻ പോവാ. ഫ്രീ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോവുക. എന്നാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കുക. ഇസ്ലാമിക ആരോഗ്യശാസ്ത്രത്തിൽ പറയുന്നത് രണ്ടാമത്തേത്, പല്ലുകൊണ്ട് മുറിയാത്തത് ആമാശയം കൊണ്ട് മുറിക്കാൻ കഴിയൂല. നമ്മളൊക്കെ ഇറച്ചി കടിച്ച് മുറിച്ചെടുത്തുന്നു, എന്നിട്ടായിട്ട് റെഡി ആകുന്നില്ലെങ്കിൽ പല്ലുകൊണ്ടായിട്ട് ചവച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ഒരൊറ്റ മണകലാവും. ഇനി മൂപ്പര് ശരിയാക്കിയോട്ടെ, ആര്? ബഹുമാനപ്പെട്ടവര്. മൂന്നാമത്തേത്, ഇനിയും തോന്നുമ്പോ നിർത്തണമെന്നാ. ഇനി ഇടണമെന്ന് തോന്നുമ്പോ നിർത്തണം. ഇന്ന് വീട്ടിൽ പോയിട്ട് വീട്ടുകാര് നല്ല ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഭക്ഷണം കഴിച്ചു, ഓ ഇനി കുറച്ചുകൂടി ഇടട്ടെ എന്ന് വിചാരിച്ചു. എന്താ സംഭവിക്കുക? എത്ര ആൾക്കാർ നിർത്തും? നിങ്ങൾ കുറെ നേരമല്ലോ ആരോഗ്യശാസ്ത്രം കേൾക്കുന്നത്. എത്ര ആൾക്കാർ നിർത്തും എന്ന് പറയുന്നവരൊന്ന് കൈവക്കേട്ടെ. എന്നാ അപ്പൊ ഈ പരിപാടി നിർത്താനായിക്കിനെ. ഇതിപ്പോ ആരോഗ്യം ബോധവൽക്കരണ ക്ലാസ് ആണ്. ഇവിടെ സിംഹത്തെയും അതുപോലെ ആനയും മറ്റൊക്കെ അവർക്കൊരു ബോധവൽക്കരണം കൊടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ മാറും. നമ്മൾ മാറാൻ തയ്യാറാവുന്നില്ല. ആലോചിച്ച് നോക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നമ്മൾ എപ്പോഴും കേട്ടത്, വയറിന്റെ 1/3 ഭക്ഷണത്തിന്, വയറിന്റെ 1/3 വെള്ളത്തിന്, വയറിന്റെ 1/3 കാലിയാക്കി വെക്കണം എന്നാണ്. നമ്മൾ മനസ്സിലാക്കിയത് ചെമ്പിന്റെ 1/3 കഴിക്കണമെന്നാണ്, അല്ലേ? ഇന്ന് കുട്ടികൾക്ക് വയറിന്റെ 1/3 വായു കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഭക്ഷണം ഉണ്ട്. എന്താ അറിയോ? നിങ്ങൾ ഈ കടകളിലൊക്കെ തൂക്കിയിട്ട് കാണാം, ലേസ്. അതിന്റെ 1/3 വായുവാണ്. ആകെ 4 കഷ്ണം ഉണ്ടാവും. ആ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി, ഫുള്ള് വായു ആയിരിക്കും. അതാ കുട്ടിയെ കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന, ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് പ്രമേഹം ഇവിടെ കൂടുന്നു? കേരളക്കാരിൽ പ്രമേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈലന്റ് കില്ലർ, നിശബ്ദ കൊലയാളി. ഇപ്പൊ സാധാരണ എല്ലാവർക്കും പറയാൻ ഇപ്പൊ സുഖമാണ്. പഴയ കാലത്തൊക്കെ ഒരു ഇതായിരുന്നെങ്കിലും, പറയുന്നതിനൊരു ഒരു മോശമായിരുന്നെങ്കിൽ, ഇന്ന് എനിക്ക് വേണ്ട, എനിക്ക് പ്രമേഹമുണ്ട്, ഒരു പഞ്ചസാര ഇടാത്ത ചായ എന്ന് പറയുമ്പോ ഇയാൾ ഒരു സ്റ്റാറ്റസുള്ള ആളായി. വിത്തൗട്ട് ചായ. എനിക്ക് പ്രമേഹമാണ്. നിനക്ക് പ്രമേഹമുണ്ടോ? എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. ഇയാള് ആരമോന? വലിയ വലിയ ആളുകൾ പറയുന്നത് പോലെയുള്ള പറച്ചിലാണ്. എന്ത് പ്രമേഹം കൂടാൻ കാരണം? നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമുണ്ട്. എന്താണെന്നറിയോ? സാധാരണ ഏത് മെഡിസിൻ വന്നു കഴിഞ്ഞാൽ ആദ്യം പരീക്ഷ നടത്തുക മനുഷ്യനിലല്ല, മൃഗങ്ങളിലാണ്. എലികളിലോ മറ്റോ പരീക്ഷണം നടത്തും. കുരങ്ങിലൊക്കെയാണ് സാധാരണ ആരോഗ്യവും മനഃശാസ്ത്രവും എല്ലാം പരീക്ഷണം നടത്തുന്നത് ജീവികളിലാണ്. ജീവികളിലൂടെ ഒബ്സർവേഷൻ നടത്തിയിട്ടാണ് മനുഷ്യനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സാധാരണ എലികളിലാണ് എന്തെങ്കിലും രോഗത്തിന്റെ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുക. എലികളിലാണ് സാധാരണ കൊടുക്കാറുള്ളത്. എന്നാൽ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രതിരോധ മരുന്ന് കുത്തിവെക്കുന്നത് എലികളിൽ കുത്തിവെക്കുന്നില്ല. കാരണം എന്താ? എലികൾക്ക് പ്രമേഹം ഉണ്ടാവാറില്ല. അപ്പൊ പ്രമേഹം ഉണ്ടാവാൻ പറ്റുന്ന രാസവസ്തു, അതിന്റെ വിഷാംശം അലോക്സിൻ എന്ന് പറയുന്ന സാധനം എലിയിൽ കുത്തിവെച്ചിട്ട് അതിന്റെ പ്രതിരോധമുള്ള മരുന്ന് കുത്തിവെക്കുമ്പോൾ ഇവരിൽ പ്രമേഹമില്ലാതാവുന്നു എന്ന് കണ്ടെത്തി. എങ്കിൽ ഈ അലോക്സിൻ എന്ന് പറയുന്ന പ്രമേഹത്തിന്റെ രാസവസ്തു ഉണ്ടാക്കുന്ന ഈ വസ്തു എവിടെയാണെന്നറിയോ? അത് ഗോതമ്പിൽ നിന്നും അരിച്ചെടുത്തിട്ട് റബയും ആട്ടയും മാറ്റിയിട്ട് അതിനെ വെളുപ്പിക്കാൻ ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലോറോക്സിഡിൻ ചേർത്തിട്ട് അതിലേക്ക് അലോക്സിൻ എന്ന് പറയുന്ന രാസവസ്തു ചേർക്കുന്നു.
എന്നിട്ട് അതുണ്ടാക്കി തീർക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് മൈദ. ആ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പൊറാട്ട. ആ പൊറാട്ട നമ്മൾ ദേശീയ ഭക്ഷണമായി ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കുമ്പോൾ അലിയുക്സിൻ എന്ന് പറയുന്ന പ്രമേയമുണ്ടാക്കുന്ന ഇൻസുലിൻ, ആ രാസവസ്തു പാൻക്രിയാസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ തകർക്കുന്നു, പാൻക്രിയാസിനെ തകർക്കുന്നു. തകർക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ പ്രമേയമുണ്ടാകുന്നു. പ്രമേയമുണ്ടാകുമ്പോൾ വിദേശികൾക്കറിയാം, കേരളക്കാരൊക്കെ പൊറാട്ട കഴിക്കുന്നവരാണ്, അതുകൊണ്ട് പ്രമേയത്തിന് മരുന്ന് വേഗം ഇവിടെ ചെലവാകും. അങ്ങനെ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പ്രമേഹം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മൈദ. പൊറാട്ട എന്ന് ഞാൻ പറയില്ല, മൈദ. പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ചില ആൾക്കാർ മൈദ എന്ന് പറയുമ്പോ പൊറാട്ട മാത്രമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകുമ്പോ ഡോക്ടർ പറയും പനി ഉണ്ടെങ്കിൽ കനുള്ളത് കഴിക്കരുത്. എന്താ വാങ്ങി കൊടുക്കാന്നറിയോ? ബെന്ന്. അപ്പൊ ഇവരെ ധാരണ കനുള്ളത് പറഞ്ഞാൽ TMT കമ്പി അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല, അതാണ് വലിയ വിചാരിച്ചത്. എന്നാൽ കണ്ടോളൂ നമ്മുടെ ദേശീയ ഭക്ഷണം. കണ്ടോ, നമ്മുടെ ദേശീയ ഭക്ഷണാഘോഷവും ദേശീയ ഭക്ഷണവും ഇതാ നമ്മൾ കഴിക്കുന്നത്. ഇനി ഇന്നു മുതൽ ഞാൻ മൈദ ഭക്ഷണം നിർത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന ആൾക്കാരൊന്നും നോക്കിയോട്ടെ. ഈ ക്ലാസ് കൊണ്ട് ചെറിയൊരു ഉപകാരം. ബാക്കിയുള്ളവർക്ക് സാവധാനം നാളെ മുതൽ നിർത്തിയാൽ മതി. ഇന്നു മുതൽ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും. ഏതായാലും അങ്ങനെ ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് നാളെ മുതൽ നിർത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് സാധാരണ ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പിയിൽ പറയാറുള്ളത് ഒറ്റയടിക്ക് പൊറാട്ട നിർത്താൻ പാടില്ല, അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും ഒറ്റയടിക്ക് നിർത്താൻ പാടില്ല. അതിന് സാവധാനം കുറച്ച് 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 കൊണ്ടുവരണം. ഇപ്പൊ 2 പൊറാട്ട തിന്നുന്ന ഒരാളാണ് നാളെ എന്ത് ചെയ്യാ, 1.25 തിന്നുക, പിന്നെ 1.5, പിന്നെ 1.25, പിന്നെ 1 അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാം, പ്രശ്നമല്ല. ഇത് മാത്രമല്ല, കഴിക്കുന്ന ഫുഡ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഗുണമുള്ളതാണ്. വെറുതെ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ബിരിയാണി കഴിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? ആ സമയത്ത് ശരീരത്തിന് കൊടുക്കുന്നതോടൊപ്പം മനസ്സിനും സുഖം കിട്ടണം. മനസ്സിന് ടെൻഷനുള്ള സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് സുഖം ഉണ്ടാവുമോ? ഇല്ല. അത് ഒരു ദഹനം നടക്കൂല, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചു. എന്നാൽ നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ, ആ പഴങ്ങൾ ഏത് മഹാന്മാര് പഠിപ്പിച്ചത്? സീസണിലല്ലാതെ മുളക്കുന്ന പഴങ്ങൾ കഴിക്കാൻ പാടില്ല. ഇനി എന്റെ ചോദ്യം, വത്തക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കണ്ടിക്കണോ? കാന്തപുരത്താർക്ക് അറിയാവോ? കണ്ടില്ല. പുറത്ത് ലീഗും ഉള്ളിൽ മാർക്കിസ്റ്റും. സമ കണ്ടില്ലേ? ഇല്ല, ഇവിടെ ഇല്ല സാധനം. അങ്ങനെ പറ. ആ വത്തക്ക എന്നാലും വത്തക്കുവാന്നോ? വത്തക്കാന്നാണ്. പക്ഷെ വത്തക്കുവയാവലുണ്ട് എപ്പോഴോ? റമദാനിൽ ഇറങ്ങുമ്പോ. റമദാനിലെ സ്പെഷ്യൽ. ഈ വത്തക്ക ഉണ്ടാവുന്ന സീസൺ ഏതാണ്? ഏത് സീസണിലാ വത്തക്ക ഉണ്ടാവാറുള്ളത്? ഒരു സീസൺ വേണ്ടേ? ചൂടുകാലത്ത്, വേനൽ അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, റമദാൻ ഡിസംബറിൽ ആ തണുപ്പുള്ള സമയത്ത് റമദാൻ ആണെങ്കിൽ അന്ന് വത്തക്ക കിട്ടാറുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ വത്തക്ക എങ്ങനെ ഉണ്ടായി? സീസണിൽ അല്ലാതെ പഴം മുളക്കണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന് കറാമത്ത്, രണ്ടാമത്തെ രാസപ്രവർത്തനം. എന്തെങ്കിലും സാധനം അതിൽ കുത്തിവെക്കാതെ ഉണ്ടാവില്ലല്ലോ. അതാണ്. ഈ പഴങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ പഴങ്ങൾ ഉണ്ടാക്കുന്നില്ല, പുറം നാടുകളിൽ നിന്നും നമ്മൾ ഇറക്കുന്നു. ഇനി അങ്ങനത്തെ വന്നാൽ തന്നെ കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ചതിന് ശേഷം കഴിക്കാം. എന്നാൽ നോക്കാം നമുക്ക് ലഭിക്കുന്ന പഴങ്ങളൊക്കെ നല്ലതാണോ അല്ലേ എന്ന് വാർത്തകൾ പറയട്ടെ. തൊലി കളഞ്ഞ് ഹാനികരമായ നിറങ്ങൾ പൂശിയ പഴങ്ങൾ കേരളത്തിലെ വിപണികളിൽ വ്യാപകമായി എത്തുന്നു.
ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന നിറങ്ങളാണ് പഴങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കൊയിലാണ്ടി സ്വദേശി ഖാദർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പഴക്കടയിൽ നിന്നാണ് പല നിറത്തിലുള്ള സുന്ദരൻ പേരയ്ക്കകൾ വാങ്ങിയത്. വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് പേരയ്ക്കയ്ക്ക് തൊലിയില്ല. തൊലി കളഞ്ഞ് പല നിറത്തിൽ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കിലോയ്ക്ക് 340 രൂപയാണ് വില. അപകടമണത്ത ഖാദർ പേരയ്ക്കയുമായി ഞങ്ങളെ കാണാനെത്തി. ഇദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ജില്ലാ ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി. പരിശോധന നടത്തിയപ്പോഴാണ് കാര്യം ബോധ്യപ്പെട്ടത്. നിശ്ചിത അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന അന്നറ്റോ, സൺസെറ്റ് യെല്ലോ, FCF ബ്ലൂ എന്നീ രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ഈ പേരയ്ക്കയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കടുത്ത നിറം കിട്ടാനായി പേരയ്ക്ക മണിക്കൂറുകളോളം ഈ രാസവസ്തുവിൽ മുക്കിയിട്ടതായും വ്യക്തമായി. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതാണ് ഈ രാസവസ്തുക്കൾ. അല്ലെ, എന്ത് സാധനം വാങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഏതായാലും തിന്നാൻ പോവാണ്. നമുക്ക് ആകെയുള്ള പരിപാടി എന്താ അറിയോ? ഉള്ളിലേക്ക് പോകുന്ന ടെസ്റ്റ് ചെയ്യാറില്ല, പുറത്തു പോകുന്ന ടെസ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾ എവിടെയെങ്കിലും ടെസ്റ്റുകൾ കാണാറില്ലേ? രക്തം, കഫം, മലം, മൂത്രം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കാണാം, ലാബുകൾ കാണാം. ആ ലാബിലെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യുന്നു, പോരുന്നു. എന്നാൽ ലാബിലെ ടെസ്റ്റ് എങ്ങനെയാ വരുന്നത്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശാസ്ത്രീയമായ പരിശോധനയിൽ പ്രകടമായ വ്യത്യാസം കാണുന്ന കോഴിയുടെ രക്തം മനുഷ്യരക്തം എന്ന വ്യാജേന കൊടുത്താൽ അത് തിരിച്ചറിയാൻ ലബോറട്ടറി ടെക്നീഷ്യന്മാർക്ക് കഴിയുമോ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച മുട്ടക്കോഴി, പരിശോധനയ്ക്കായി മൃഗാശുപത്രിയിലെത്തിച്ച നായ, ഇവയുടെ രക്തമാണ് ഞങ്ങൾ പരിശോധനയ്ക്കായി എടുത്തത്. അതും ശാസ്ത്രീയമായി തന്നെ. ഇനി ക്ലിനിക്കൽ ലാബിലേക്ക്. വലിയതുറ സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള 3 ലാബുകൾ. എല്ലാ പരിശോധനയും നടത്തുമെന്ന വലിയ ബോർഡ്. കോഴിയുടെ രക്തം സോബിൻ 15 വയസ്സ്, തങ്കമ്മ 58 വയസ്സ് എന്നീ പേരുകളിൽ പരിശോധനയ്ക്ക് നൽകി. പട്ടിയുടെ രക്തം മണിയൻ 60 വയസ്സ് എന്ന പേരിലും. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തത്തിലെ ഘടകങ്ങൾ എന്നിവ പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതും ഒരു ഡോക്ടറുടെ പോലും കുറിപ്പടിയില്ലാതെ. 1.5 മണിക്കൂറിനകം പരിശോധനാ ഫലം റെഡി. കോഴിക്ക് പ്രമേഹവും കൊളസ്ട്രോളും ഉണ്ടെന്ന് ഈ ലാബിലെ അതിവിദഗ്ധർ കണ്ടെത്തി. നായയ്ക്ക് രക്തക്കുറവും ESR 45 ആണെന്നും പരിശോധനാ ഫലം. മാത്രമല്ല, ശ്വേതരക്താണുക്കളുടെ അഥവാ WBCയുടെ അളവ് മനുഷ്യരക്തത്തിലേതിന് തുല്യമാക്കിയുള്ള റിപ്പോർട്ടും കിട്ടി. നായയുടെയും കോഴിയുടെയും രക്തം ഒരുമിച്ച് ചേർത്ത് ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് നൽകി. അപ്പോഴും പരിശോധനാ ഫലം മനുഷ്യരക്ത. ഈ നമ്മുടെ രക്തം കൊണ്ടുപോയാൽ ചിലപ്പോ പറയും ഇത് മനുഷ്യരക്തമല്ല. നടക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. ഏതായാലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന വസ്തുവിനെ കുറിച്ച് ടെസ്റ്റ് നടത്തുന്നതിന് പകരം നമ്മളിൽ നിന്ന് പുറത്തു പോകുന്ന വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. രക്തത്തെക്കുറിച്ച്, അതുപോലെ കഫം, മലം, മൂത്രം. പക്ഷേ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണം ഏതാണെന്ന് നമ്മൾ ടെസ്റ്റ് നടത്താറില്ല. അതെന്റെ ശരീരത്തിന് പറ്റുന്നതാണോ അല്ലേ എന്നതിനെ കുറിച്ച് ടെസ്റ്റ് നടത്താറില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു ആപ്പിൾ കഴിച്ചാൽ നല്ല ഉന്മേഷവും ഉത്തേജനവും എല്ലാം ലഭിക്കുമെന്ന് നമ്മൾ വായനയുടെയും അല്ലാതെയും കേൾക്കുമ്പോൾ നാം കഴിക്കുന്ന ആപ്പിളിന്റെ രീതി ഒന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. തിരുവനന്തപുരത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ 1.5 കിലോ ആപ്പിളാണിത്. ചില്ലറക്കാരല്ല, 2 ആപ്പിളുകളും വിദേശികളാണ്. അതുകൊണ്ട് തന്നെ വിലയും കൂടും. 200 രൂപയിലധികം കൊടുത്ത് വാങ്ങിയ ഈ ആപ്പിളിന്റെ യഥാർത്ഥ രൂപം കാണാനുള്ള ഒരു യാത്രയാണത്. അതിന് വേണ്ടത് കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി. ആപ്പിളുമായി വീട്ടിലെത്തി മുമ്പ് ഒരു കത്തി എടുത്ത് തൊലിയൊന്ന് ചുരുണ്ടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന മെഴുകൊക്കെ വയറ്റിലെത്തും. ആപ്പിളുകൾ മാസങ്ങളോളം ഇരിക്കാൻ പഴങ്ങളുടെ വിതരണക്കാർ ചെയ്യുന്നതാണ് ഈ മെഴുക ആവരണം. ഇത് മെഴുകാണെന്ന് സംശയമുണ്ടോ? ഒന്ന് ഉരുക്കി നോക്കൂ. അതുമല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് തീരെടുത്ത് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. ആപ്പിൾ തീയിൽ ചാടി പിടിക്കും. വലിയ വില കൊടുത്ത് ഇറക്കുമതി ചെയ്ത ആപ്പിൾ വാങ്ങി തിന്നുന്നതിന് മുൻപ് വെള്ളത്തിൽ കഴുകിയിട്ട് കാര്യമില്ല. കാരണം മെഴുക് വെള്ളം പിടിക്കില്ല. പല പഴങ്ങളുടെയും പുറം കാഴ്ച പോലെ അത്ര സുന്ദരമല്ല അകത്തെ കാഴ്ച. സൂക്ഷിച്ചാൽ ദുഃഖിക്കാം. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ അത് കൃത്യമല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പഠനപ്രകാരം 80-ലധികം രോഗങ്ങളും അത് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത്. നമുക്ക് അത് സമയമില്ലല്ലോ. നമ്മള്
കിട്ടുന്ന ആഹാരം അത് നേരെ കഴിക്കുകയാണ്, വൃത്തിയാക്കുന്നില്ല. ഈ ആഹാരം വയറ്റിലെക്കുമ്പോൾ ദഹനം നടക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യന് ഡൈജസ്റ്റ് നടത്താൻ പറ്റുന്ന രീതിയിൽ കനമുള്ളതും ഇല്ലാത്തതും തിരിച്ചറിയാൻ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ വയറുകൾക്കും ചില പ്രയാസങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ട് 2 വയസ്സിന്റെ മുമ്പ് 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കണം, പശുവിൻ പാൽ കൊടുക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, 2 വയസ്സ് വരെ കുട്ടിക്ക് ഡൈജസ്റ്റ് നടത്താൻ പ്രയാസമാണ്, ദഹനം നടത്താൻ പ്രയാസമാണ്. ഏത് ചെറിയ കുട്ടി കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ അല്ലേ? എന്ന് റോഡ് സൈഡിലൊക്കെ കാണാം, ഒരു കൊട വെച്ചിട്ട് അതിന്റെ ചുറ്റുഭാഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. എത്രത്തോളം ശുദ്ധിയാണ് അല്ലേ നമ്മൾ അന്വേഷിച്ചില്ല. പിന്നെ തൂക്കിയിട്ട ഹോട്ടലുകളിൽ തൂക്കിയിടുന്ന ഷവർമ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഷവർമ കഴിച്ചിട്ട് തിരുവനന്തപുരത്ത് ഏതോ ഒരാൾ ഷവായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഷവർമ ഉണ്ടാക്കുന്ന രീതി നോക്കണ്ടാ പറയാ, ശവത്തിന്റെ മാതിരി അതിനെ പൊതിഞ്ഞുണ്ടാക്കുകയും ചെയ്യാം, പേരും ശവം എല്ലാം കൂടിയാ. ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ശുദ്ധിയുള്ളതാണ് അല്ലേ എന്ന് നമ്മൾ ഒന്ന് പഠന വിധേയമാക്കണം. ചിലപ്പോൾ ഉണ്ടാവും നോ പെർമിഷൻ എന്ന് കാണാം. എവിടെ? കിച്ചന്റെ ഉള്ളിലേക്ക്. കാരണം പോയാൽ ചിലപ്പോൾ ഛർദ്ദിക്കുക, അതാ നോ പെർമിഷൻ എന്നിരുന്നു. മാംസം അത് വാങ്ങുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ന് അറുത്തതാണോ അല്ലേ, ഏത് രീതിയിൽ അറുത്തതാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. കോഴിയെ നമ്മൾ അറക്കാൻ ഇസ്ലാം കൽപ്പിച്ചത്, പശുവിനെ അറക്കാൻ കൽപ്പിച്ചത്, മൃഗത്തെ അറക്കേണ്ട രീതിയിൽ അറക്കാൻ കൽപ്പിച്ചത് രക്തത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് രക്തം പിടിച്ചു വെക്കുന്ന രീതിയിൽ മാംസം ഒതുക്കി വിൽപ്പന നടത്തുമ്പോൾ കനം കൂടും, കാശും കിട്ടും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ അഡ്രിനാലിൻ ഹോർമോണുകൾ വർദ്ധിക്കുകയാണ്. ആ അഡ്രിനാലിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മൾ കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നു, എടുത്തു ചാടുന്നു. എവിടുന്ന് വന്നു ചോദിച്ചാൽ ചിലപ്പോൾ ഭക്ഷണത്തിലൂടെയാണ് വന്നിട്ടുണ്ടാകുക. കഴിക്കുന്ന ഫുഡ് അത് നല്ലതാവണം, അത് ശരീരത്തിന് പറ്റുന്നതാവണം. അതിനെന്ത് ചെയ്തെന്നറിയോ? അതിനാണ് എല്ലാ മൃഗങ്ങൾക്കും ഈ വായുടെ നേരെ മുകളിൽ ആ മൂക്കുള്ളത്. കണ്ടിക്കണോ? സർവ്വ മൃഗങ്ങൾക്കും, ആനക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് തിന്നാൻ പറ്റുന്നതാണോ അല്ലെ സ്മെല്ലിലൂടെ അറിയണം. ഒന്ന് ആ വസ്തുവിന്റെ സൗരഭ്യം, മാധുര്യം, മൂന്നും ഒരു ഫലത്തിനുണ്ടാവും. ഇത് കൊണ്ടുപോകുമ്പോൾ വാസന ഉള്ളതാണോ അല്ലേ, നല്ലതാണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ മൊത്തം മാറ്റിപ്പിടിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ചെറുപ്പക്കാർ കഴിക്കുന്നത്. ഒന്നാമത്തേത് സ്മോക്ക്, പുകവലിക്കുക. പുകവലിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഒന്നാമത് സമ്മാനം എന്താണെന്നറിയോ? ആസ്മ. രണ്ടാമത് ക്ഷയം. ഇത് ഓഫറായിട്ട് കിട്ടുക. പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ രാസവസ്തു അല്ലെങ്കിൽ ആ ലഹരി നമ്മുടെ ശരീരത്തിൽ കൂടുകയാണ്. എന്നിട്ട് എങ്ങനെയാ നിക്കോട്ടിൻ നമുക്ക് മാരകമായ രോഗങ്ങൾ നിർമ്മിക്കുന്നു? എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിൽ സ്മോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ ശരീരത്തിൽ അത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ലാബ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കണ്ടിരിക്കണം. ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. And then light the cigarette tip. And then from below, open the pen lid so that the water pours out. Now, as the water pours out, it is going to suck air from the top, and what will come inside the bottle will be the white smoke. And you can see it visibly, this white smoke. Now, as the water exits, you will see that most of the bottle will be filled with white smoke. Now remove the lid and then take a filter paper or a tissue paper, 2 layers of it, and tie it with a rubber band on the mouth of the bottle. And then hold the bottle and blow out so that the smoke is expelled from the bottle, and you can see slowly the bottle from being smoky becomes transparent. All the smoke has to pass through the filter paper, which is like a sieve. And now you open the filter paper and you will see the muck, the nicotine, the tar. And this is what... കണ്ടോ? ആ നിക്കോട്ടിനാണ് നമ്മളെ ഹാർട്ടിനെ ബാധിക്കുന്നത്.
എത്രയാ? 2 മില്ലിഗ്രാം നിക്കോട്ടിൻ ഒരു പുക വലിക്കുമ്പോണ്ടാവുന്നുണ്ട്. അങ്ങനെ 50 മില്ലിഗ്രാം നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ അയാൾ അപ്പം ചത്തുപോകും. പിന്നെ എന്തേ പുകവലിച്ച ആൾക്കാർ ചാവാത്തത് അല്ലെങ്കിൽ മരിച്ചു പോവാത്തത് എന്ന ചോദ്യത്തിന് ആൻസർ അത് മൂത്രത്തിലൂടെയും അല്ലാതെയും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ട് ശുദ്ധീകരിച്ചു പോവുകയാണ്. പക്ഷേ നമ്മുടെ ഹാർട്ടിന് അത് കയറുക. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ടാറുണ്ട്, ഒരുപാട് രാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ആൽക്കഹോളുകൾ അടങ്ങിയത് കൊണ്ട് ശരീരത്തിന് ദോഷകരമായ സാധനമാണ് സ്മോക്ക്. ഈ ഒരു ശീലമുണ്ടെങ്കിൽ ആ ശീലം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അത് പെട്ടെന്ന് നാളെ മുതൽ നിർത്താൻ പോവുകയാണ് ഞാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഒരു അഡിഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചോളൂ, ശാരീരികപരമായും മാനസികപരമായും ബുദ്ധിപരമായും ഒരുപാട് പ്രശ്നങ്ങൾ പുകവലിയുടെ ഉണ്ടായിത്തീരുന്നുണ്ട്. പഠിച്ചു വെച്ചോടെ. ഇന്ന് കുട്ടികളെ മദ്യം കഴിക്കുന്നു. അതിനേക്കാൾ അപ്പുറം ഇന്ന് ലഹരിക്ക് അടിമയാണ്. ഏത് ബ്രൗൺ ഷുഗർ പോലത്തെ സാധനങ്ങൾക്ക് അടിമയാണ്. അതിന് ചില ഗുണങ്ങൾ പറയാറുള്ളത് അത് വാസനിക്കില്ല, അത് അങ്ങനെ പെട്ടെന്ന് അറിയൂല എന്നൊക്കെയാണ്. പക്ഷേ ശരീരത്തിനുള്ളിൽ അത് അറിയുന്നുണ്ട്. കഴിക്കുമ്പോൾ തന്റെ നാവിലേക്ക് അത് വെക്കുന്ന സമയത്ത് ചെറിയൊരു കുപ്പിച്ചില്ലിന്റെ ചെറിയ കഷ്ണങ്ങൾ നാവിൽ സ്പർശിക്കുകയും ആ ലഹരി രക്തത്തിലേക്ക് ലയിക്കുകയും അത് ഇവന് ഉന്മാദം ഉണ്ടാക്കുകയും അത് അവന്റെ ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലയും തകർച്ച ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അതെല്ലാം ഉപയോഗിക്കണോ വേണ്ടേ എന്നതിനെ കുറിച്ച് ഈ പിക്ചർ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സ്ഥിരമായി നമ്മൾ കാണുന്ന പിക്ചർ കണ്ടോ? ക്യാൻസർ മാരകമായ രോഗമാണ് എന്ന് ഇതിലൂടെ ഉണ്ടാക്കി തീർക്കുന്നത്. ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന ഈ ഒരു വിഷവിത്തുവിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതിനേക്കാൾ അപ്പുറം മറ്റൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യമാണ്. എങ്ങനെയാണ് ഇന്ന് കുട്ടികളുടെ ഇടയിലും മറ്റു എല്ലാവരുടെ ഇടയിലും മദ്യം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ പിഞ്ചു മക്കളുടെ ഇടയിൽ പോലും മദ്യം വ്യാപകമാണ്. മദ്യം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു അതാണ് ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭംഗിയായില്ലേ? ഇതാ സംഭവം. മദ്യം കഴിച്ചാൽ മദ്യം അകത്താകുമ്പോൾ സ്വബോധം പുറത്തു പോകുക. മദ്യം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് സ്വബോധം പുറത്തു പോകും. പിന്നെന്താ സംഭവിക്കാന്നറിയോ? കുരങ്ങിനെ പോലെ ഇങ്ങനെ ഇളിച്ചാൽ, പിന്നെയോ മയിലിനെ പോലെ ഇങ്ങനെ ആടും, റോഡ് മതിയാവൂല. പിന്നെയോ സിംഹത്തെ പോലെ അലറും, അവസാനം പന്നിയെ പോലെ കിടന്നുറങ്ങും. ഇതാണ് മദ്യം കഴിക്കുമ്പോഴാണ്. ഇത് സമൂഹത്തിൽ ഈ വ്യക്തിയെ കുറിച്ച് നെഗറ്റീവായ രീതി, സോഷ്യൽ റെക്കഗ്നൈസ് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് മരണം പോലും സംഭവിക്കും. മുമ്പ് ഒരു അപകടം സംഭവിച്ച സമയത്ത് കുപ്പിയുമായി പോകുന്ന സമയം, ആ കുപ്പിയുമായിട്ട് പോകുന്ന സമയം പെട്ടെന്ന് അപകടം സംഭവിച്ചു. അപകടത്തിൽ എങ്ങനെയോ ഇയാൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന് കുപ്പി അപ്പുറത്തുണ്ട്. ഇയാൾക്ക് സന്തോഷമായി, പടച്ചോനെ കുപ്പി പൊട്ടിയില്ലല്ലോ. ഇതാണ് ഇന്ന് നടക്കുന്നത്. എന്നാൽ മദ്യം കൊണ്ട് ഇദ്ദേഹത്തിന്റെ തലച്ചോറിലെ എല്ലാ സ്വബോധം നഷ്ടപ്പെടുമ്പോൾ അവസാനം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ ബർസീജ എന്ന് പറയുന്ന വലിയൊരു മഹാൻ? അദ്ദേഹത്തെ പിശാച് വഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചു. നല്ലൊരു ആബിദായിരുന്നു, അധ്വാനിക്കുന്ന ആരാധന നടത്തുന്ന ദൈവത്തിന് അള്ളാഹുവിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. എന്ത് ചെയ്തു? നേരെ അദ്ദേഹം ആരാധിക്കുന്നതിനെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് സങ്കടം,
എന്നേക്കാൾ നല്ലൊരു മനുഷ്യൻ. ഇതുപോലെ ദൈവത്തിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താ വഴി? അദ്ദേഹത്തോട് ചോദിച്ചു ആ വ്യക്തിയോട്. പിശാചാണല്ലോ, ആ കോലം മാറി വന്നതാ. അവൻ പറഞ്ഞു, ഒരു പണി ചെയ്യ്, നീ ഒരാളെ കൊല്ല്. അപ്പൊ പറഞ്ഞു ഞാൻ കൊല്ലൂല, കൊന്നാൽ തിരിച്ചു കൊല്ലും, അതുകൊണ്ട് എനിക്ക് കഴിയില്ല. എന്നാ നീ പോയിട്ട് വ്യഭിചാരം ചെയ്യ്. എടാ അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ശിക്ഷ വേറെയുണ്ട്, അതും കഴിയില്ല. എന്നാ ഒരു പണി ചെയ്യ്, ഒരു ഗ്ലാസ് കള്ള് കുടിച്ചാൽ മതി, ആരും അറിയില്ല, പിന്നെ പഠിച്ചവനോട് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്താൽ മതി. നേരെ കള്ള് ഷാപ്പ് ചെല്ലുന്നു, കുടിക്കുന്നു. കള്ള് കൊടുത്തത് ഒരു സ്ത്രീയായിരുന്നു. അവളെ വ്യഭിചരിക്കുന്നു. അത് തടയാമെന്ന ഭർത്താവിനെ കൊല്ലുന്നു. നേരെ കോടതി വിധിച്ചു തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട്. തൂക്കിലേറ്റാൻ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മുമ്പത്തെ ഉപദേശം എന്ന് പറയുന്നു, ഒരൊറ്റ വഴിയുള്ളൂ, എന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു തന്നാൽ നിനക്ക് രക്ഷപ്പെടാം. അങ്ങനെ കുനിയുന്നു, മതത്തുനിന്ന് പുറത്തു പോകുന്നു. ഇതേ സംഭവിക്കുന്നുള്ളൂ. മുമ്പ് കള്ളു പൊടിച്ചിങ്ങനെ കിടക്കുന്ന വരാന്തയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു പട്ടി വന്ന് മൂത്രമൊഴിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, പെയ്യട്ടെ അങ്ങനെ വെയ്യട്ടെ, ഇടിയും വെട്ടി പെയ്യട്ടെ. കാരണം സ്വഭാവത്തിലല്ലോ. അങ്ങനെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? തീർന്നുവല്ല. അതിനേക്കാളപ്പുറം മരണം പോലും അറിയാതെ സംഭവിക്കുകയാണ്. ചില കള്ള് കുടിച്ചിട്ട് സ്വബോധം പോകുമ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയാത്ത അവസ്ഥ, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത അവസ്ഥ, അവസാനം അപകടം സംഭവിക്കുന്ന അവസ്ഥ. അത്രയുള്ളൂ. അറിയാതെ അപകടം സംഭവിക്കുകയാണ്. കാരണം സ്വഭാവം നഷ്ടപ്പെട്ടില്ലേ. എന്നിട്ട് നേരെ മുമ്പിലുള്ളത് അത് സഹോദരിയാണോ എന്നറിയില്ല, നേരെ മുമ്പിലുള്ളത് ഉമ്മയാണെന്നറിയില്ല, അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയാതെ പെരുമാറുന്ന അവസ്ഥ. പഠിച്ചു വെച്ചോളി, ഒരു കാര്യമേ ഉള്ളൂ, മദ്യപിക്കുന്നതിലൂടെ ശാരീരികമായ രോഗങ്ങൾ നിരവധിയുണ്ട്. മാനസികപരമായിട്ട് ആങ്സൈറ്റി, ആദി, ദുഃഖം എല്ലാം ഉണ്ടാവും. ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദ രോഗമുണ്ടാവും. പിന്നെ അഡിക്ഷനായിട്ട് ഈ അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിലേക്ക് അടുക്കാതിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല, എന്ന് വിദ്യാർത്ഥികൾ പോലും ഇതിന്റെ ലഹരി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ ഓരോ ഏരിയകളിലുള്ള കടകളിൽ പോലും വിൽപ്പന നടത്തുന്ന മാഫിയയുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, നല്ല രൂപത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ആ വിദ്യാർത്ഥികളുടെ പഠനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവർ ഉയരങ്ങളിലേക്ക് എത്തുന്നത് നഷ്ടപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്യാങ്, ഒരു മാഫിയ ഇന്ന് വർക്ക് ചെയ്യുന്നു എന്നറിയുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമുക്കതിനെ കുറിച്ചും ബോധമില്ല. നമ്മൾ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടക്കണം. കാരണം പുതുതലമുറ മുന്നോട്ട് പോകുമ്പോൾ ഇവന്റെ രക്തത്തിൽ വരുന്ന അനാവശ്യമായ വിഷാംശങ്ങളാണെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ ഭാവിയിൽ രോഗബാധിതരാവുകയാണ്. ഇന്ന് പഠനപ്രകാരം ജനിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് രോഗപ്രശ്നങ്ങളും മലപ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്താ കാരണം? പഠനം പറയുന്നത് വിവാഹത്തിന്റെ മുമ്പ് എന്ത് കഴിക്കുന്നു, എന്ത് ശ്വസിക്കുന്നു, എല്ലാം തന്നെ ഏത് രീതിയിലുള്ള മനസ്സാണ് അതൊക്കെ ജനിക്കുന്ന കുട്ടിയെ ബാധിക്കുന്നു എന്നാണ്. ഏതൊക്കെ രീതിയിലൂടെയാണ് ഇന്ന് പിഞ്ചു പൈതങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ലഹരി നുണയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നെട്ടിപ്പോവുകയാണ്. ആധുനിക യുഗല്ലേ, ഇന്റർനെറ്റ് യുഗമാണ്. സർവ്വവിജ്ഞാന കോശവും അടങ്ങിയിരിക്കുന്നത് പഴയകാലത്ത് പുസ്തകത്താളുകളിലും അലമാരകളിലുള്ള ലൈബ്രറികളിലുമായിരുന്നുവെങ്കിൽ ഇന്ന് നേരെ മുന്നോട്ട് പോയാൽ ചെറിയ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലോ മൊബൈലിന്റെ മുമ്പിലോ അടിച്ചിട്ട് നേരെ അടിച്ചു നോക്കിയാൽ ആൽക്കഹോളിനെ കുറിച്ചും മറ്റും അറിയണമെങ്കിൽ വിവരങ്ങൾ കുട്ടിയുടെ തലച്ചോറിലേക്ക് എത്തുകയാണ്. എന്നിട്ട് 7ലും 8ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനെ അഡിക്റ്റ് ആവുന്നെന്ന് പറയുമ്പോൾ നാം ദീർഘവീക്ഷണത്തോടുകൂടി ഇതിനെതിരിൽ പൊരുതേണ്ടതുണ്ട്. രക്ഷിതാക്കളെ, സമൂഹമേ, പുതുതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ബ്രൗൺ ഷുഗറിനും അടിമയാവാതിരിക്കാൻ നമ്മൾ അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ അവരെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം. അതുകൊണ്ട് ഉള്ളിലേക്ക് കൊടുത്തയക്കുന്ന
വസ്തു ഏതാണ് എന്നതിനെ കുറിച്ചുള്ള ധാരണ എന്റെ രക്ഷിതാക്കളെ, സഹോദരന്മാരെ ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നു, ഇനി ആരോഗ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്ന ആൻസറിലെ മൂന്നാമത്തെ വാചകം, ഒന്ന് എയർ വായുവായിരുന്നു, 2 ന്യൂട്രീഷനാണ്, മൂന്നാമത്തത് യെസ് സൺലൈറ്റ് സൂര്യപ്രകാശം. സൂര്യപ്രകാശം രാവിലെ ശരീരത്തിന് ഏൽക്കുന്നത് നല്ലതാണ്, വൈകുന്നേരം അമിത ചൂട് ഏൽക്കാനും പാടില്ല. പക്ഷേ ഇന്ന് പുകകൾ മുകളിലോട്ട് പോയത് കൊണ്ട് ഓസോൺ പാളിക്ക് ദ്വാരങ്ങൾ വന്നതുകൊണ്ട് അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ വരികയാണ്, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ കാലത്ത് അധ്വാനിക്കുന്ന ആളുകളുണ്ടായിരുന്നു, വിയർപ്പൊഴിപ്പിച്ചിട്ട് അവർക്ക് സൂര്യപ്രകാശം ഏൽക്കുന്നു, മണ്ണുമായി കൂടി ജീവിക്കുന്നു, ആരോഗ്യമുണ്ടാവുന്നു. പഴയ കാലത്തുള്ള ഒരു 90 വയസ്സുകാരെയും ഇന്നത്തെ 40 വയസ്സുകാരനെ എടുത്താൽ ഈ 90-കാരനായിരിക്കും ആരോഗ്യം ഉണ്ടാവുക. ബസ്സിലൊക്കെ കാണാം സീനിയർ സിറ്റിസൺ, വൃദ്ധന്മാർ എന്ന് കാണാം, മുതിർന്ന പൗരന്മാർ. ആ മുതിർന്ന പൗരന്മാർ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് നല്ല ആരോഗ്യമാണ്, 90 വയസ്സുള്ളത്. നേരെ ഇപ്പുറത്ത് 30-40 വയസ്സുള്ള ആളുണ്ടാവും, നിൽക്കുന്നുണ്ടാവും, ആവുന്നില്ല. എന്താ കാരണം? ആരോഗ്യമില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓരോ സീറ്റ് ഉണ്ടാവും, പ്രഷർ ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക്, ഇതുള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് തുടങ്ങിയിട്ടുള്ള പുതിയ റിസർവേഷൻ സീറ്റുകൾ റിസർവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സൂര്യപ്രകാശത്തിലൂടെ അധ്വാനിക്കുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ മാറണം. ഹെൽത്തിന്റെ അടുത്ത ആൻസർ ആയി വരുന്നത്, ആൻസർ എന്നത് W എന്ന് പറയുന്ന വാട്ടർ, ജലമാണ്. നമ്മുടെ ജലം, നമുക്ക് ലഭിക്കുന്ന ജലം പടച്ച തമ്പുരാൻ കനിഞ്ഞു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഈ അടുത്ത് മഴയില്ലാതെ ഒരു സമയം കഷ്ടപ്പെട്ടു, അപ്പോഴേക്കും നമ്മൾ നെട്ടോട്ടമോടി. ഇനി ഉണ്ടാകുന്ന യുദ്ധം, അത് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അത് രാജ്യങ്ങളെ കീഴടക്കാനുള്ള കൊളോണി മേഖലയിലെ കുറിച്ചുള്ളതായിരുന്നെങ്കിൽ, കോളനി വൽക്കരണമായിരുന്നെങ്കിൽ, ഇനി ഉണ്ടാവുന്ന യുദ്ധം ജലത്തിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ജലം ആവശ്യത്തിന് ഉപയോഗിക്കുക. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങളുടെ മുമ്പിലൂടെ പോകുന്ന ഒരു നദിയുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മിതമായി വെള്ളം ഉപയോഗിക്കണം, അമിതം ആക്കാൻ പാടില്ല. കുടിക്കുമ്പോഴും തിന്നുമ്പോഴും മിതത്വം പാലിക്കണം. കുലു വശ്റബു വലാ തുസ്രിഫു, അമിതത്വം പാടില്ല. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം പുതുതലമുറക്ക് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മണ്ണിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്, അതിന്റെ ഉള്ളിൽ നിന്നാണ് പെട്രോളിയം ലഭിക്കുന്നത്. ഇത് എന്തുകൊണ്ട് കൂടിക്കലരുന്നില്ല? ഇത് തന്നെയല്ലേ ജലത്തിന്റെ, ഉപ്പുള്ള ജലവും ഈ ഭൂമിയിൽ തന്നെയുള്ളത്? പിന്നെ എന്തുകൊണ്ട് കലരാതെ പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നു? ഒന്ന് ആലോചിച്ച് നോക്കണം. അത് വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം ഉറവ് പൊട്ടുന്ന കിണറിൽ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറവ് പൊട്ടിയത് നമ്മൾ കണ്ടാൽ നമ്മൾ നിർത്തുന്നു. എന്നാൽ ആ ഉറവ് പൊട്ടുന്നത് ഇന്നും ഇങ്ങനെ ഉറവ് പൊട്ടി 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 മുകളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിറച്ചും വെള്ളം നിറയില്ലായിരുന്നോ? പിന്നെ എന്തേ ഒരു മിതമായ രീതിയിൽ പടച്ച തമ്പുരാൻ വെള്ളത്തെ അവിടെ പിടിച്ചു നിർത്തി? ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് എടുക്കുമ്പോൾ ആ ബക്കറ്റിന്റെ സ്ഥാനത്തേക്ക് വീണ്ടും ഉറവ് പൊട്ടുകയാണ്. അങ്ങനെ ഉറവ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എപ്പോഴും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കില്ലേ? പിന്നെ എന്തേ പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി അതിൻ്റെതായ രീതിയിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ ടാപ്പ് തുറന്നിടുമ്പോൾ വെള്ളം അനാവശ്യമായി പോകുന്നു. നമ്മൾ വെള്ളത്തെ സൂക്ഷിക്കുക. സേവ് വാട്ടർ, സേവ് എനർജി. ഭാവി തലമുറയ്ക്ക് നമുക്ക് ജലം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത് സ്വരൂപിച്ചു വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഗുണമാണ്. നല്ല വെള്ളമാണ് കുടിക്കേണ്ടത്. നമ്മൾ കുപ്പിവെള്ളം കുടിക്കാറുണ്ട്. ആ കുപ്പിവെള്ളം എത്രത്തോളം ശുദ്ധമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയാറില്ല. ഇന്നത്തെ ചില പഠനങ്ങൾ പറയുന്നത് കുപ്പിവെള്ളത്തിൽ ഒരു മീനിനിട്ടാൽ ആ മീൻ ചത്തുപോകും. കാരണം ശ്വസിക്കാൻ പറ്റുന്ന വായു അല്ലെങ്കിൽ അതിന് പറ്റുന്ന അവസ്ഥ ആ വെള്ളത്തിലില്ല. കാരണം ചില കെമിക്കലുകൾ അത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന വെള്ളം അത് ഏത് മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്, അത് ശുദ്ധമാണോ, ഏതൊക്കെ രീതിയിലാണ് വിൽപ്പന നടത്തുന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ ബോധവാന്മാരല്ല. എത്രത്തോളം ശുദ്ധിയുള്ള വെള്ളമാണ് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. മഴ പെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും പറയും മഴ പെയ്യാൻ തുടങ്ങി, എടങ്ങേറിന്റെ വണ്ടിയും വലയും എന്നാ പറയാം. ചൂടാകുന്ന സമയത്തോ ഇപ്പം ഭയങ്കര ചൂടാ, ഈ സമയത്ത് പറയും എന്തൊരു മഴയില്ല, ഒരു മഴയും പെയ്യുന്നില്ല, കഷ്ടപ്പാട്. മഴ പെയ്താലോ മഴ പെയ്യാൻ തുടങ്ങി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഭാവിക്ക് വേണ്ടിയിട്ട് വെള്ളം സൂക്ഷിച്ചു വെക്കുക.
ആ വെള്ളം നമുക്ക് ജലാംശം നമ്മുടെ ശരീരത്തിൽ പുറം ഭാഗത്ത് നമ്മൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ കഴുകുന്നതിലൂടെ ബാഹ്യമായ ഭാഗങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. എന്തിൽ ആന്തരികമായ ഭാഗങ്ങളും ശുദ്ധീകരിക്കാൻ ജലം ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കൊക്കക്കോള തുടങ്ങിയിട്ടുള്ള പല വെള്ളവുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പലതും നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കാം. വുളു ചെയ്യുന്നത് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അത് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ പഠനപ്രകാരം മുമ്പേ ഡോക്ടർ വിൻസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഒരു ദിവസം കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു തടാകം കാണുകയാണ്. ആ തടാകത്തിന്റെ അടുത്തേക്ക് ഒരു മാൻ മുറിവേറ്റ കാലുമായി കുത്തിപ്പിടിച്ച് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഈ മാൻ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിൽ കാലിട്ട് കഴുകുന്നു, കുടിക്കുന്നു, പോകുന്നു. പിറ്റേ ദിവസം വരാൻ തുടങ്ങി. അങ്ങനെ അതും നിരീക്ഷിച്ചു. മൂന്നാമത്തെ നാലാമത്തെ ദിവസം വന്നു. പിന്നെ കുറച്ചു ദിവസം നോക്കുമ്പോൾ മാൻ വരുന്നത് കാണുന്നില്ല. അപ്പം മനസ്സിലായി ഈ മാനിന്റെ അസുഖം മാറിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഡോക്ടർ വിൻസൻ ജീവിതാനുഭവത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെ? അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം പറ്റി, കാലിന് മുറിവേറ്റു. അദ്ദേഹം എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു, കാല് കഴുകി, വെള്ളം കുടിച്ചു, കാല് കഴുകി. അങ്ങനെ താനെ ആ അസുഖം മാറി എന്നാണ്. മരുന്നില്ലാതെ രോഗം മാറി. എങ്കിൽ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ, അംഗസ്നാനം നടത്തുമ്പോൾ, കുളിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യമാണ് ഉണ്ടായിത്തീരുന്നത്. നമുക്ക് ടൈമില്ല. മുഖത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് റിഫ്രഷ് നടക്കുകയാണ്. ഒരു വാഹനം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട്, റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ വുളൂ ചെയ്യുന്ന സമയത്തും നമ്മൾ ശരീരത്തിലെ ആരോഗ്യത്തിന്റെ ജലാംശങ്ങൾ കൊടുക്കുന്നു. ഏത് സമയത്തും ഒരുപാട് സമയങ്ങളിൽ ഇസ്ലാം വുളൂ ചെയ്യാൻ പറയുന്നുണ്ട്, കുളിക്കാൻ പറയുന്നുണ്ട്. കുളി സുന്നത്തുള്ള സമയമുണ്ട്, നിർബന്ധമുള്ള സമയമുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ്, ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തണം. ഒപ്പം അവസാനത്തെ ആൻസർ, ആരോഗ്യമുണ്ടാക്കാൻ ആൻസറിലെ ഇ, അത് കഴിഞ്ഞിട്ട് ആർ, അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ആണ്, വ്യായാമം. നമുക്ക് വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ല. ഇന്നെന്താ ചെയ്യാലെന്നോ? ഇന്ന് ചെറുപ്പക്കാരൊക്കെ സിക്സ് പാക്കിനാ പോലെ. സിക്സ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? മസിൽ അല്ലേ? മസിൽ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ വന്നിട്ട് ഈ പറമ്പുകാരനോട് പറയുകയാണ്, ഞാൻ കിളച്ചു തരാം. അപ്പൊ രാവിലെ 6 മണി 7 മണി മുതൽ കിളക്കുന്നു, വൈകുന്നേരം 5 മണി വരെ കിളക്കുന്നു. ഇയാളുടെ വിയർപ്പൊഴുകി ഇല്ലേ? വിയർപ്പൊഴുകൂലേ? ഒഴുകും. പിന്നെയോ ഇയാൾക്ക് വ്യായാമം കിട്ടി. അത് മാത്രമല്ല കിട്ടുന്നത്, വൈകുന്നേരം ആകുമ്പോ ഒരു 700-800 രൂപ കാശും കിട്ടി. ഇയാൾ നേരെ പോകുന്നത് സിക്സ് പാക്കിന്, ജിമ്മിന് വേണ്ടി പോവുകയാണ്. ജിമ്മിന് പോയാലോ വിയർപ്പൊഴുകുന്നു, വ്യായാമം കിട്ടുന്നു. എന്ത് സംഭവിക്കുന്നു? കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു. മലയാളികൾ ഭയങ്കര മടിയന്മാരല്ല. ഈ മടി കൂടിയതോടുകൂടി എന്ത് സംഭവിച്ചു? യന്ത്രങ്ങൾ വന്നു, യന്ത്രം വന്നു, മനുഷ്യൻ മടിയനായി. എന്നിട്ടോ ഒരുത്തം പ്രാർത്ഥിച്ചു, ഒരാളോട് പറഞ്ഞു, അല്ലടാ ദൈവം തമ്പുരാൻ എല്ലാം ഒരു സ്വിച്ച് കൊണ്ട് നമ്മുടെ മുമ്പിൽ എല്ലാം എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ ആ സുഹൃത്ത് ചോദിച്ചു, ആ സ്വിച്ച് ആരാട്ട്? നീ ഇടുവോ? ഞാൻ ആ സ്വിച്ച് നീ ഇടുവോ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്നിട്ട് എന്ത് സംഭവിച്ചു? വീണ്ടും പ്രശ്നമായി. നമ്മളെ മുട്ട് വളയുന്നില്ല. പള്ളിയിൽ കയറി നോക്കുമ്പോ കസേര, മുട്ട് വളയുന്നില്ല. 10 വർഷം കഴിഞ്ഞാൽ പള്ളികൾ ഓഡിറ്റോറിയം മാറും. കാരണം മുട്ടുവേദന എല്ലാവർക്കും. എന്താ കാരണം അറിയോ? ഒരു ഹോസ്പിറ്റലിൽ കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോയാൽ, പണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറേണ്ടിയിരുന്നു, ഇന്ന് സ്റ്റെപ്പ് നമ്മളെ കയറ്റിക്കൊണ്ടു. മുമ്പ് യൂറോപ്യൻ ടോയ്ലറ്റിലായിരുന്നു, ഇരിക്കാമായിരുന്നു. നേരെ മുട്ട് വളയുന്ന രീതിയിൽ ഇരിക്കാമായിരുന്നു. ഇന്ന് മുട്ട് വളയുന്ന രീതിയിൽ ഇരിക്കുന്നില്ല. മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ മുട്ട് വളച്ച് ഇരുന്നിരുന്നു. ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിൾ മേലാണ്, മുട്ട് വളയുന്നില്ല. ഈ യന്ത്രം ഉപയോഗശൂന്യമായി അവിടെ കിടക്കുകയാണ്. പിന്നെ തൊട്ടുനോക്കുമ്പോ പൊട്ടിപ്പോയി മുട്ട്. വ്യായാമം അതിനാണ് ഇസ്ലാം പഠിപ്പിച്ചു, നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ നടന്നു പോവുക. എന്നാൽ ഓരോ ചവിട്ടടിക്കും കൂലിയാണ്. കാരണം മണ്ണിലൂടെ നടക്കുമ്പോൾ ശരീരത്തിന് ഒരുപാട് വോക്ക് തെറാപ്പി എന്ന് ആരോഗ്യശാസ്ത്രം പറയുന്നു, നടത്ത ചികിത്സ. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ പറയാണ് എന്ത്? നാളെ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ അരമണിക്കൂർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നടന്നിട്ടില്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കൂലേ? സത്യം പറയണം, നടക്കുക ഇല്ലേ? നടക്കും. പേടിയാണേ. നിങ്ങളിപ്പോ കാണാറില്ലേ കുറെ ആൾക്കാർ ഇങ്ങനെ ഉരുണ്ടു പോണ് കാണാറില്ലേ? ഏത്
അമ്മി ഉരുട്ടിന്റെ മാതിരി അങ്ങനെ ഉരുണ്ടുപോകും. കാരണം അതൊക്കെ കൊളസ്ട്രോളും ഷുഗറും കൊഴുപ്പൊക്കെ അങ്ങനെ അടങ്ങിയിട്ട് ബ്രോയിലർ കോയിന്റെ മാതിരിയായി. പിന്നെ ചലിക്കുന്നില്ല, പിന്നെ പ്രമേഹം അത് ചെയ്ത്, പിന്നെ ആകെയുള്ള ഒരു വഴി എന്താണ്? നടത്തന്നെ. പടച്ച തമ്പുരാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് നിസ്കരിക്കേ. അത് നമുക്ക് കഴിയുന്നില്ല. എന്താ കാരണം? അരമണിക്കൂർ ഡോക്ടർ പറഞ്ഞപ്പോൾ നടക്കാൻ കഴിഞ്ഞു, 5 മിനിറ്റ് നടന്നിട്ട് പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോൾ നമുക്ക് കഴിയുന്നില്ല. എവിടെയാണ് നമ്മൾ ആരോഗ്യം ഉണ്ടായിത്തീരുന്നത്? അതുകൊണ്ട് അധ്വാനിക്കുക, വ്യായാമം, നടത്തം എല്ലാം തന്നെ ആരോഗ്യത്തിന് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഇതാ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം നടത്താൻ കഴിയും. ആ പ്രവർത്തനങ്ങൾ നടത്തിയാൽ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമുക്ക് കിട്ടുന്നത് മനസ്സിന്റെ ആരോഗ്യമാണ്, രോഗപ്രതിരോധ ശക്തിയാണ്. ഇന്ന് പഠിച്ചു വെച്ചോളി, പഠനപ്രകാരം പറയുന്നത് 100% രോഗങ്ങളുടെയും കാരണം അത് സ്ട്രെസ്സാണ്, പിരിമുറക്കമാണ്, മാനസികമായ സംഘർഷമാണ് എന്ന് പറയുമ്പോൾ ആ സംഘർഷത്തിന് അയവ് വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് സേവന പ്രവർത്തനം. പാവപ്പെട്ട മനുഷ്യന്റെ അവന് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ, അവന് മരുന്നെത്തിച്ചു കൊടുക്കാൻ, സഹായഹസ്തങ്ങൾ നൽകാൻ, എന്തെങ്കിലും കാശ് എത്തിച്ചു കൊടുക്കാൻ, വീൽ ചെയറുകൾ നൽകാൻ, അവന് ബെഡുകൾ കൊടുക്കാൻ, ഏതൊക്കെ രീതിയിൽ നമ്മൾ സേവനം ചെയ്യുന്നുവോ, സഹായിക്കുന്നുവോ, തീർച്ചയായിട്ടും അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അതേ സ്ഥാനത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്നത്തെ സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരു അപകടം സംഭവിച്ചാൽ അത് നേരെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഫേസ്ബുക്കിലേക്കോ വാട്സപ്പിലേക്കോ അയച്ചു വിടുകയാണ്. ഒരു അപകടം സംഭവിച്ചാൽ നേരെ ഫോട്ടോ എടുക്കുകയാണ്. ഈ ഒരു രീതിയാണ് നമുക്ക് എന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാമൂഹിക പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു പിക്ചർ നോക്കൂ. അപകടത്തിൽ വീണ് മരിച്ചപ്പോൾ ആ വീണ് മരിച്ചവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ മേഖല, ധാർമ്മികപരമായി അധപ്പതിച്ച ഒരു മേഖലയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സംഭവിക്കുന്നത് സ്വാർത്ഥതയേക്കാൾ അപ്പുറം മറ്റൊന്നാണ്. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ സേവന കാരുണ്യ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കാൻ നമുക്ക് കഴിയണം. അത് മൃഗങ്ങൾക്ക് കൊടുക്കാം, പക്ഷികൾക്ക് കൊടുക്കാം, ഇവിടെ സസ്യജാലങ്ങൾ കൊടുക്കാം. ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ, ഒരു വിത്തുണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ ഇന്നാണെങ്കിൽ പോലും അത് നടണം, അത് ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ നട്ട ആ വൃക്ഷത്തിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണം അത് മൃഗം കഴിക്കുന്നു അല്ലെങ്കിൽ പറവകൾ കഴിക്കുന്നു, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹവും കാരുണ്യവും സേവന പ്രവർത്തനം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെക്കണം. അത്തരം പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാനും അതിനുവേണ്ടി സഹായിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.